ഉമ്മയുടെ കണ്ണിൽ ഇന്നും നമ്മെ നടക്കാൻ പഠിപ്പിച്ച ആ പിഞ്ചു കുഞ്ഞാണ് നമ്മൾ. ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അവകാശമുള്ള മനുഷ്യൻ, അതാണ് അമ്മ എന്ന സത്യം. അതുകൊണ്ടാകാം ഏറ്റവും കൂടുതൽ പരിഭവം കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെടുന്നതും അതേ അമ്മയോട് തന്നെയാണ്. ഉമ്മ വിളിക്കുകയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്നോ അല്ലെങ്കിൽ അമ്മ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആ വിഷയം മാറ്റിമറിക്കാനോ നമുക്ക് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കാണ് എന്ന് പറയാൻ നമുക്കൊരു കുറ്റബോധവുമില്ല. കാരണം അമ്മ എന്നത് നമുക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്. നമ്മൾ വളരുന്നതിനനുസരിച്ച് ജീവിതം മാറി, ഉത്തരവാദിത്തങ്ങൾ കൂടി, സുഹൃത്തുക്കൾ വന്നു, ജോലിയുടെ തിരക്കുകളിൽ ഏർപ്പെട്ടു. പക്ഷെ അമ്മയുടെ ലോകം ഒട്ടും തന്നെ മാറിയില്ല. അവരുടെ കണ്ണിൽ ഇന്നും നാം ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമാണ്. ഉമ്മയുടെ കണ്ണിൽ ഇന്നും നമ്മെ നടക്കാൻ പഠിപ്പിച്ച ആ പിഞ്ചു കുഞ്ഞാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാകാം അവരുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും ആദ്യം ഉയർന്നു വരുന്ന പേരും നമ്മുടേതായി മാറുന്നത്. ഓരോ അമ്മമാരും അവരുടെ ഉറക്കത്തിനേക്കാൾ കൂടുതൽ മക്കളുടെ സുരക്ഷയ്ക്കായി ഉറക്കം മാറ്റിവെച്ചു. അമ്മയുടെ വിശപ്പിനേക്കാൾ സ്വന്തം മക്കളുടെ വയറ് നിറയുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തി. അതുകൊണ്ടൊക്കെ തന്നെയാണ് അമ്മമാരുടെ സ്നേഹത്തിനൊരു വാക്ക് ഇതുവരെയും നിർവചിക്കാൻ കഴിയാത്തത്. പക്ഷെ ജീവിതം ആർക്കും ഒരു കാര്യം ഉറപ്പു നൽകുന്നില്ല: സമയം. അതെപ്പോൾ വേണമെങ്കിലും മാറി വന്നേക്കാം. ഒരു ദിവസം നമുക്ക് സമയമുണ്ടാകുമ്പോൾ അമ്മയോടൊപ്പം ഇരിക്കാൻ സമയം അനുവദിക്കണമെന്നില്ല. പക്ഷെ അപ്പോഴായിരിക്കാം അമ്മയ്ക്ക് സുഖമാണോ, നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് എന്ന് ചോദിക്കാനുള്ള ചോദ്യം നമ്മളെ അലട്ടുന്നത്. ചിലപ്പോൾ ആ നിമിഷത്തിലായിരിക്കാം ആ മടിയിലൊന്ന് തലചായ്ക്കാൻ നമുക്ക് കൊതി തോന്നുന്നത്. അമ്മ എന്ന ശക്തി നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു മനുഷ്യനെ മാത്രമല്ല, നിബന്ധനകളില്ലാതെ നമുക്ക് കിട്ടിയ സ്നേഹത്തെ കൂടിയാണ്. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നേക്കാം, ബന്ധങ്ങൾ ഒരുപാട് ഉണ്ടായേക്കാം. പക്ഷേ അമ്മ എന്ന ബന്ധം അല്ലെങ്കിൽ അമ്മ എന്ന ശക്തി പകരം വെക്കാനില്ലാത്ത ഒരു സത്യമാണ്. അത് മറ്റൊരാൾ വന്ന് നിറയ്ക്കേണ്ട സ്ഥാനമല്ല. അമ്മയെ ചേർത്ത് പിടിക്കൂ, അവർക്ക് എന്താ ആവശ്യമെന്ന് ചോദിക്കൂ, അവർക്ക് സുഖമാണോ എന്ന ഒരു കരുതലിന്റെ സംഭാഷണം നടത്തൂ. കാരണം സമയമുണ്ടാകുമ്പോഴേക്കും അത് കേൾക്കാൻ അമ്മ ബാക്കിയുണ്ടാകണമെന്നില്ല. അമ്മയോട് സ്നേഹമുണ്ടെന്നും അമ്മയെ ഇഷ്ടമാണെന്നും ഇന്ന് തന്നെ പറയൂ. കാരണം ഒരു ദിവസം ഇതൊക്കെ പറയാൻ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായേക്കാം. പക്ഷെ അത് കേൾക്കാൻ അമ്മയോ